ചെണ്ടുമല്ലിയൊക്കെ ഉണങ്ങി പർപ്പിൾ ജമന്തി. ഹലോ, അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഗാർഡനിലാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ പുറകിലുള്ളൊരു ഗാർഡനാണ്. ഗാർഡനിൽ എല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ വെണ്ടയ്ക്ക ചെടിയായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. നമ്മുടെ ക്യാപ്സിക്കൊക്കെ കട നിൽക്കുന്നത് കണ്ടോ, എല്ലാം കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കരിഞ്ഞുണങ്ങി തക്കാളി ചെടിയാണിത്, ചെറി ടൊമാറ്റോ ഉണ്ടോ. അപ്പോൾ ഇത് കരിഞ്ഞുണങ്ങിയത് നമ്മൾ വെള്ളം ഒഴിക്കാത്തത് കൊണ്ടല്ല. ഇതിപ്പോൾ തണുപ്പ് തുടങ്ങി. ഇപ്പോൾ തണുപ്പ് ഇപ്പോൾ ഏകദേശം 0 ഡിഗ്രി എത്തി രാത്രിയൊക്കെ. അപ്പം ആ പീക്ക് തണുപ്പ് വരുമ്പം ചെടികൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങുന്നത്. അപ്പോൾ തണുപ്പടിച്ച് നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ ചില ചെടികളൊന്നും കരിയില്ല, ചില ചെടികൾക്കൊക്കെ തണുപ്പ് താങ്ങാനുള്ള ശേഷിയുള്ള ചെടികളുണ്ട്. ഇത് നമ്മുടെ സ്ട്രോബെറി ചെടികളാണ്. ആ ചെടികൾ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഇത് റോസ്മേരിയുടെ ചെടിയാണ്. അതുപോലെ നമ്മുടെ നാടൻ ചെടികളൊക്കെ, അതായത് വെണ്ടയ്ക്ക, മുളക്, പച്ചമുളക് എല്ലാം കരിഞ്ഞത്. ചെണ്ടുമല്ലിയാണ്, ചെണ്ടുമല്ലിയൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. ഇത് കണ്ട് നമ്മുടെ നാട്ടിലെ കോവയ്ക്ക പോലെ ഇരിക്കുന്ന സാധനമാണ്. കോവയ്ക്കല്ല അത്, പക്ഷേ കുക്കാമെലൺ എന്ന് പറയുന്ന കുക്കുംബറും ഒരു പോലെ ഒളിക്കുന്നൊരു മെലനാണ്, കുഞ്ഞ് കായാണത്. ഫുൾ എല്ലാം കരിഞ്ഞ ഗാർഡനിലേക്ക് പോവാം നമുക്ക്. എല്ലാം കരിഞ്ഞത്. തക്കാളികളൊക്കെ ഉണ്ട് ഇവിടെ, കുറച്ചും കൂടി വലിയ തക്കാളിയാണ്. എല്ലാം എന്നാലും സ്റ്റിൽ ചെറിയ ടൊമാറ്റോ ആണ് അതൊക്കെ. ഇവിടെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നമുക്ക് വിളവെടുക്കാനായി, കാരണം ചെടിയൊക്കെ കരിഞ്ഞു പോയി, ഇനി നിർത്തിയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ഗോങ്കുര എന്ന് പറയുന്നൊരു ചെടിയാണ്, അതൊക്കെ കരിഞ്ഞു പോയി. നമ്മുടെ പപ്പായ, കരിഞ്ഞ പപ്പായ. കരിയാത്ത നമ്മുടെ കോളിഫ്ലവർ ഡിപ്പാർട്ട്മെൻറ്റാണ് അതൊക്കെ. കോളിഫ്ലവർ, ബ്രൊക്കോളി, ആ വകുപ്പിൽ ഉൾപ്പെടുന്ന ചെടികളൊക്കെയാണത്. ക്യാബേജ്, അതുപോലെ ഉള്ളിച്ചെടികൾ, അതൊന്നും കരിഞ്ഞിട്ടില്ല. ഇത് ഉള്ളിച്ചെടിയാണ് ഈ കാണുന്നത്. പിന്നെ ചെടിയാണ് ഉള്ളത് ഇവിടെ. പിന്നെ കുറേ കളച്ചെടികളൊക്കെ ഉണ്ട്. പിന്നെ മിൻറ്റ്, നമ്മുടെ മിൻറ്റ് കരിയാതെ നല്ല ഭംഗി നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ, നമ്മുടെ ചെണ്ടുമല്ലിയൊക്കെ ഉണങ്ങി ഇന്നലത്തെ തണുപ്പിൽ ഉണങ്ങി കരിഞ്ഞ് ഇരിക്കുകയാണ്. ചെണ്ടുമല്ലി, അതുപോലെ നമ്മുടെ കുറച്ച് ജമന്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമന്തി ആണ്. ഈ മഞ്ഞ ജമന്തി, പർപ്പിൾ ജമന്തി ഒക്കെ ഇരിപ്പുണ്ട്. എല്ലാം ഏകദേശം ഉണങ്ങി നിൽക്കുവാണ്. ഇത് നമ്മുടെ പാഴ്സലിയാണ്, പാഴ്സലിൻ്റെ ഇല നിൽക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ അടിച്ചതുകൊണ്ട് നമുക്ക് ഗാർഡനിലേക്കൊന്നും വന്ന് അധികം പണിയെടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ മൊത്തം മെസ്സായിട്ട് കിടക്കുകയാണ്. പിന്നെ ഒരു സാധനം കാണിച്ചു തരാം. ഞങ്ങളുടെ കമ്പോസ്റ്റ് ബിന്നും നമ്മുടെ റെയിൻ ബാരലും, മഴവെള്ളം ശേഖരിക്കാനുള്ള നമ്മുടെ മഴവെള്ള സംഭരണി കുഞ്ഞ് ബാരലും കമ്പോസ്റ്റ് ബിന്നാണ്. കമ്പോസ്റ്റ് ഇതിലാണ് നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ ഇടുന്നത് സ്ഥലം. അത് ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട്. തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ കമ്പോസ്റ്റ് ബിന്ന് ഇങ്ങനെ അങ്ങ് കിടക്കും, അതിലൊന്നും കമ്പോസ്റ്റ് ആവില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു 3-4 മാസം അതിലോട്ട് ഇടും. പിന്നെ സമ്മർ ആകുമ്പോൾ അത് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ചൂടടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും അതിൽ കമ്പോസ്റ്റ് പ്രോസസ്സ് തുടങ്ങി വീണ്ടും ഒരു 2-3 മാസം കൊണ്ട് എല്ലാം കമ്പോസ്റ്റ് റെഡി ആയിരുന്നു നമുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയത്. കുറച്ച് പച്ചമുളക്, കുറച്ച് തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, അതൊക്കെയാണ് നമുക്കിന്ന് കിട്ടിയത്. അവസാനത്തെ നമ്മുടെ ഈ വർഷത്തെ അവസാനത്തെ ഹാർവസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു അവസാനത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും നമ്മുടെ അടുത്ത വർഷത്തെ കൃഷി. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം. ബൈ ബൈ.